ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊട്ടറ്റോ കുറുമയാണ്. അത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ സവാള അരിഞ്ഞതാണ്. കാഷ്യൂനട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് തേങ്ങയുടെ 1/4 പാൽ പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. സവാളയുടെ നിറം മാറി വരുമ്പോൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം എണ്ണയിലും സവാളയിലും കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ നല്ല മണം വരും. അപ്പോൾ നമുക്കറിയാം പൊടികളൊക്കെ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിയിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റാണ്. അതുകൂടി ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി തീ കുറച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. തണുക്കുമ്പോൾ കറി നല്ല കുറുകി വരുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കുറുമയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ദോശയോടും ഇടിയപ്പം അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്ക് ഇതേ റെസിപ്പി തന്നെ നമുക്ക് വേറെ ചിക്കനോ മട്ടനോ അങ്ങനെ വെച്ചും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.